ഏവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബാബ എന്ന ഗ്രന്ഥത്തിൽ രാജേഷ് കമത്ത് മോഹൻജി പല മാസ്റ്റേഴ്സിനെയും, അതായത് ഗുരുക്കന്മാരെയും കണ്ടുമുട്ടിയതിനെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അതിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മലേഷ്യയിലെ ഭഗവാന്റെ ഒരു ഭക്തനെക്കുറിച്ചാണ്. ഡാറ്റായോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മിസ്റ്റർ ബാസ്ക്കറ്റ്ബോൾ എന്നറിയപ്പെടുന്നു. മലേഷ്യയിലും ഏഷ്യയിലും ബാസ്ക്കറ്റ്ബോൾ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അരനൂറ്റാണ്ടിലധികമായി അദ്ദേഹം ആ കായിക രംഗത്ത് തൻ്റെ സേവനം നൽകി വരുന്നു. 15 വർഷങ്ങൾ മലേഷ്യയുടെ ദേശീയ ബാസ്ക്കറ്റ്ബോൾ കോച്ചായി, 18 വർഷങ്ങൾ മലേഷ്യൻ ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി ജനറലായും, 3 വർഷങ്ങൾ വൈസ് പ്രസിഡൻ്റായും ഫിബ ഏഷ്യയുടെ സെക്രട്ടറി ജനറലായും പ്രവർത്തിച്ചു. അദ്ദേഹം ഭഗവാനുമായി വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. മലേഷ്യയിലെ പനാങ്ങിലെ ജാൻഡാബെഗ് പർവ്വതങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന സായി ലോട്ടസ് ഭഗവാന്റെ നിർദ്ദേശാനുസരണം ഡാറ്റായോ നിർമ്മിച്ച വീടാണ്. ഞാൻ പുട്ടപ്പർത്തിയിൽ ജീവിക്കുന്നു, എന്നാൽ എനിക്ക് ഉറങ്ങാൻ സായി ലോട്ടസാണ് വേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 2008 ഒരു ഏഷ്യൻ രാജകുമാരി എന്നെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. അവിടെ വെച്ച് ഞാൻ ഡാറ്റായോയെ ആദ്യമായി കണ്ടു. ഞങ്ങൾക്കിടയിൽ നല്ല ബന്ധമുണ്ടായി. പിന്നീട് വീണ്ടും ഉച്ചഭക്ഷണത്തിന് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. ഡാറ്റായോ എന്നെ സായി ലോട്ടസിലെത്തി താമസിക്കുവാൻ ക്ഷണിച്ചു. ആ ദിവസങ്ങളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അവിടെ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. ഭഗവാന്റെ ദിവ്യസാന്നിധ്യം സായി ലോട്ടസിലെ അനവധി ദൈവിക അത്ഭുതങ്ങളും സാക്ഷാത്കാരങ്ങളും വഴി വ്യക്തമാണ്. ഇവിടെ വിഗ്രഹങ്ങൾ, സ്ഫടികങ്ങൾ, പോഴ്സലൈൻ പാത്രങ്ങൾ, പുരാവസ്തുക്കൾ തുടങ്ങി ഭഗവാന്റെ ദൈവിക സാക്ഷാത്കാരങ്ങളുടെ ഒരു അപൂർവ സമാഹാരം കാണാനാകും. ഇതിൽ ശിവലിംഗങ്ങളും ഉൾപ്പെടുന്നു. എല്ലാ വിഗ്രഹങ്ങളിലും വിഭൂതി, ഉധി, കുങ്കുമം അല്ലെങ്കിൽ ചന്ദനക്കുറി എന്നിവയെല്ലാം ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചിത്രങ്ങളിലും ഗ്ലാസ് ഫ്രെയിമുകൾക്ക് ഉള്ളിലുള്ളതിൽ പോലും വിഭൂതി പ്രത്യക്ഷമാണ്. ഭഗവാന്റെ ചിത്രങ്ങളുള്ള എല്ലാ ഗ്ലാസ് ജനലുകളിലും വാതിലുകളിലും വിഭൂതി പറ്റിപ്പിടിച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിലിന് അകത്തുപോലും വിഭൂതിയുണ്ട്. അത് കാണുന്നത് വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭൂതിയാണ്. ഇവിടെ 2000 വർഷം പഴക്കമുള്ള വലിയ ഒരു വൃക്ഷമുണ്ട്. സായി ലോട്ടസിനെ സംരക്ഷിക്കുന്ന ഒരു ഡ്രാഗൺ ആ വൃക്ഷത്തിൽ വസിക്കുന്നുവെന്ന വിശ്വാസവുമുണ്ട്. ഭഗവാന്റെ മുറിയാണ് സായി ലോട്ടസിലെ പ്രധാന ആകർഷണം. അനവധി ആളുകൾക്ക് അവിടെ ഭഗവാന്റെ സാന്നിധ്യം കാണുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഡാറ്റായോ വളരെ അപൂർവമായി മാത്രമേ ആ മുറിയിലേക്ക് മറ്റുള്ളവരെ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. അതിന് ഭഗവാന്റെ സ്പഷ്ടമായ അനുമതി വേണ്ടിയിരുന്നു. ഭഗവാൻ മോഹൻജിയെ മുറിയിലേക്ക് പ്രവേശിക്കുവാൻ അനുമതി പ്രദാനം ചെയ്തു എന്ന് ഡാറ്റായോ എന്നോട് പറഞ്ഞു. പീഠത്തിലുള്ള എല്ലാ ദേവതാ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെടുത്തിയവയാണ്. സസ്യങ്ങളിലും ഇലകളിലും പോലും ഭഗവാന്റെ ഒപ്പ് കാണാനാകും. പലപ്പോഴും ഭഗവാൻ കിടക്കുന്ന കിടക്കയിൽ വിഭൂതി മൂടുകയും ആ വിഭൂതിയിൽ ഭഗവാന്റെ ശരീരരൂപം വിശ്രമിക്കുന്നതായി കാണാൻ ആവുകയും ചെയ്യുമായിരുന്നു. തൻ്റെ മഞ്ചം വൃത്തിയാക്കാത്തതിനെക്കുറിച്ച് ഭഗവാൻ ഡാറ്റായോയെ പലപ്പോഴും ശാസിക്കാറുമുണ്ട്. ഭഗവാന്റെ കിടക്കയ്ക്ക് സമീപം വൃത്താകാരത്തിൽ ഒരു ലൈറ്റ് പില്ലർ ഉണ്ട്. ആ ഒരു പില്ലർ ഓഫ് ലൈറ്റ് ആകാശവുമായി ഭൂമിയെ ബന്ധപ്പെടുത്തുന്ന ഒരു കവാടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഉയർന്ന ഊർജ്ജ കവാടത്തിൽ നിന്നും അന്യലോകങ്ങളുമായി ബന്ധപ്പെടുവാനാകും. ആ വൃത്തത്തിനുള്ളിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ആ ഊർജ്ജ തരംഗങ്ങൾ ശരീരം ആകെ പടർന്ന് വേഗത്തിൽ തലച്ചോറിൽ വരെ എത്തുന്നു. ആ മുറിയിലേക്ക് കടക്കുന്നതോടെ ആ ഊർജ്ജ വലയം മുഴുവനും നിങ്ങളെ മൂടുന്നതായി അനുഭവപ്പെടും. ഭൂമിയിലെ പ്രധാനപ്പെട്ട 4 ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ സ്ഥലമെന്ന് നാസ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയെന്ന് ഡാറ്റായോ എന്നോട് പറഞ്ഞു. ഭഗവാൻ പ്രത്യക്ഷപ്പെടുത്തിയ ഒരു സ്ഫടികവും ഡാറ്റായോ എനിക്ക് നൽകി. മോഹൻജിയോട് ഇങ്ങനെ പറയുവാൻ ഭഗവാൻ പറഞ്ഞുവെന്ന് ഡാറ്റായോ പറഞ്ഞു. മോഹൻജിക്ക് ഇവിടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ തുടരാം. ഇത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വീടായിരിക്കും. എങ്കിലും മലേഷ്യയിലേക്കുള്ള എൻ്റെ യാത്രകൾ കുറവായതിനാലും ആ സ്ഥലം കൊലാലംപൂറിന് വളരെ അകലെയായതിനാലും എനിക്ക് അത് ചെയ്യാനായില്ല. 2017 ഏപ്രിൽ എൻ്റെ സന്ദർശനത്തിൽ, അതായത് 9 വർഷങ്ങൾക്ക് ശേഷം, ഞാൻ വീണ്ടും സായി ലോട്ടസിലെത്തി എൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. ആ പ്രാവശ്യം അദ്ദേഹം ഭഗവാനുമായി ബന്ധപ്പെട്ട വിലയേറിയ ഓർമ്മകളും വസ്തുക്കളും ഞങ്ങളുമായി പങ്കുവച്ചു. ഒരു ശിവലിംഗം, ഒരു മിനി ബൈബിൾ മുതലായവ.
അദ്ദേഹത്തിൻ്റെ എല്ലാ പിറന്നാളുകളിലും ഭഗവാനിൽ നിന്നും ലഭിക്കുന്ന ബർത്ത്ഡേ കാർഡുകളും അദ്ദേഹം കാണിച്ചു തന്നു. ഞങ്ങൾ കുലാലംപൂരിലെ ദിവ്യമാതാവിൻ്റെ ക്ഷേത്രവും സന്ദർശിച്ചു. അവിടെ വച്ച് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ പവർ ഓഫ് പ്യൂരിറ്റി എന്ന പുസ്തകം സമ്മാനമായി നൽകി. 2022 പുതുവത്സര ദിനത്തിൽ ബാസ്കറ്റ്ബോളുമായി ബന്ധപ്പെട്ട തൻ്റെ യാത്രകളും ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൻ്റെ ആഴത്തിലുള്ള അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു കോഫി ടേബിൾ പിക്ചർ ബുക്ക് അദ്ദേഹം എനിക്ക് അയച്ചു തരികയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഈ ഒരു വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് മോഹൻജി തന്നെ രാജേഷ് കാമത്തുമായി പങ്കുവച്ച അനുഭവ വിവരണമാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.